ഹലോ ഹായ് നമസ്കാരം. മായ സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ പക്കോടയാണ്. അതിലേക്കായിട്ട് ഞാനൊരു ഒരു കിലോ അടുത്ത് ഭാരമുള്ള ഒരു കോളിഫ്ലവർ എടുത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് 2 മിനിറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞ് കട്ടി കുറച്ച് അരിഞ്ഞ് വെച്ചത്, മല്ലിയില, കറിവേപ്പില അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, കോൺഫ്ലവർ ഒരു 2 സ്പൂണുണ്ട്, 1 കപ്പ് കടലമാവ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററിന് ആവശ്യമുള്ള എല്ലാം മിക്സ് ചെയ്യാം. കടലമാവ് പൊടി, കോൺഫ്ലവർ, 1/2 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 സ്പൂൺ ചന്തമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കുറച്ചിട്ടിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം. ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് ഇളക്കാൻ പോവാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവറും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടു. ഇത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുക്കാം എണ്ണയിലോട്ട്. ഇത് നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം. ഇപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിയിലായ കാരണം പെട്ടെന്ന് മൂത്ത് വരും, സാധനം വെന്ത് കിട്ടും. അതുപോലെ എണ്ണ കുറച്ചേ ആവത്തുള്ളൂ. നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് കോൺഫ്ലവർ ചേർത്തേക്കുന്നതിന് പകരം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ അരിപ്പൊടി ഇട്ടാൽ മതി. പിന്നെ ഇതിപ്പം അരപ്പ് കുറവാണെന്ന് വല്ലതും തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കടലമാവേ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഏകദേശം നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറി വരുന്നുണ്ട്. മിനിറ്റ് കൂടെ ഒന്ന് കിടക്കട്ടെ, എന്നിട്ട് ഇത് കോരാം. ഇതിലോട്ട് നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ സ്ഥാനത്ത് ക്യാബേജ് അരിഞ്ഞിട്ടുണ്ടാക്കാം. അപ്പം ക്യാബേജ് അരിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ ഇട്ട് ക്യാബേജും കൊണ്ടുള്ള വേറൊരു റെസിപ്പിയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് വലിയവർക്ക് കുറച്ചുകൂടി എരിവൊക്കെ ഇട്ടെടുക്കാം. പിന്നെ പിള്ളേർക്ക് പറ്റിയ ഒരു ഐറ്റമാണ് ക്യാബേജിൻ്റെ. ഞാനത് അടുത്ത റെസിപ്പി ഇടാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് 4 മണിക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് പോരാ, നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. കൈയൊക്കെ കൊല്ലാൻ സൂക്ഷിച്ചു ഇവിടെ. ഇത് പകുതി വേവ് ആയതല്ലേ. ഒരു 2 മിനിറ്റോളം വേവ് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് കോളിഫ്ലവർ വേവിച്ചതാണ്. അതിന് ശേഷം ഇച്ചിരി സമയം ഇട്ടാൽ മതി. ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂട് പിടിക്കും. അങ്ങനെ നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്, കോളിഫ്ലവർ പക്കോട. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ കൂടെ ഞാൻ ടൊമാറ്റോ സോസാണ് എടുത്തേക്കുന്നത്. നമുക്ക് ചില്ലി ഗാർലിക് ഡിപ്പോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ചട്നി ഉണ്ടാക്കിയോ ഒക്കെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ. Okay, bye. Take care.